PCOS എന്നാൽ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. ഈയിടെയായി സ്ത്രീകളിൽ വളരെയധികം കോമൺ ആയിട്ട് കാണുന്ന ഒരു ഹോർമോണൽ ഇംബാലൻസിൻ്റെ കണ്ടീഷനാണ്. എന്താണ് PCOSൻ്റെ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ? പ്രധാനമായിട്ടും നമ്മൾ കാണാറുള്ളത് പീരിയഡ്സിൻ്റെ ഇറഗുലാരിറ്റി, പീരിയഡ്സിൻ്റെ ടൈം തെറ്റി വരിക, മുഖക്കുരു കൂടുക, ഫേസിലും ദേഹത്തും രോമം കൂടുതലായിട്ട് വളരുക, ഇപ്പം പ്രഗ്നൻ്റ് ആവാൻ ശ്രമിക്കുന്നവരിൽ പ്രഗ്നൻസിക്കുള്ള ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെയാണ് PCOSൻ്റെ മെയിനായിട്ടുള്ള ലക്ഷണങ്ങൾ. എന്തുകൊണ്ടാണ് PCOS ഉണ്ടാകുന്നത്? PCOS ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. എന്നാൽ ചുരുക്കത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ത്രീകളിൽ ആൻഡ്രോജൻസ് എന്ന ഹോർമോൺസിൻ്റെ ലെവൽ തെറ്റുമ്പോഴാണ് നമുക്ക് PCOS പോലത്തെ അസുഖങ്ങൾ വരുന്നത്. ഇതിനൊപ്പം നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഗ്ലൂക്കോസ് കൺട്രോൾ ചെയ്യുന്ന ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ, പാൻക്രിയാസ് എന്ന് വരുന്ന ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ പ്രവർത്തനവും PCOSൽ കുറവാണ്. ഇത് കാരണം PCOS ഉള്ള പേഷ്യൻസിന് ഇത് കൂടാതെ ഡയബറ്റീസിൻ്റെ റിസ്ക്കും ഹൃദ്രോഗത്തിൻ്റെ റിസ്ക്കും ഫാറ്റി ലിവറിൻ്റെ റിസ്ക്കും കൂടുതലാകുന്നു. ഇനി എന്താണ് PCOSൻ്റെ ട്രീറ്റ്മെൻറ്റ്? PCOSൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രധാനമായിട്ടും നമുക്ക് ജീവിതശൈലി മാറ്റങ്ങളാണ്. അപ്പം ഭക്ഷണകാര്യത്തിൽ നമ്മൾ പ്രോസസ്ഡ് ആയിട്ടുള്ള ആഹാരം, ഷുഗർ, കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് കൂടുതലുള്ള ആഹാരങ്ങൾ, ഇവയെല്ലാം കുറയ്ക്കുക. ധാരാളമായി വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കുക. ലീൻ പ്രോട്ടീൻ, ചിക്കൻ, ഫിഷ്, മുട്ട പോലത്തെ ലീൻ പ്രോട്ടീൻസ് കൂടുതലായിട്ട് കഴിക്കുക. റെഗുലറായിട്ടുള്ള എക്സസൈസുകൾ, അരമണിക്കൂറോളം ഡെയിലി, അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ 5 ദിവസമായിട്ട് ഡെയിലി എക്സസൈസ് ചെയ്യുക. ഇനിയും നമ്മുടെ ഹെയർ ഗ്രോത്തും പീരിയഡ്സിൻ്റെ പ്രോബ്ലംസ് ഒക്കെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ ജീവിതശൈലി മാറ്റങ്ങൾ അല്ലാതെ തന്നെ നമുക്ക് ഹോർമോൺ തെറപ്പി ഉണ്ട്, നമ്മുടെ പീരിയഡ്സ് റെഗുലറൈസ് ചെയ്യാനും ഫേസിലെയും ദേഹത്തെയും ഹെയർ ഗ്രോത്ത് കുറയ്ക്കാനും.